Hi, Makalai. Welcome back to Xylem Learning. Here is your man behind your success. It's me, Ashik sir. Just blast. So, മക്കളെ നിങ്ങൾ എല്ലാവരും കിടിലനായിട്ട് ആനുവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ് അല്ലേ? എങ്ങനെയുണ്ട്? പഠനമൊക്കെ സെറ്റാണോ? പൊളിയാണോ? നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടെന്ന് സാറിന് അറിയാം. ബേസിക്കലി നിങ്ങൾക്ക് സൈലത്തിന്റെ മെഗാ മാരത്തോൺ വരാനുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? സോ എൻ്റെ മക്കൾക്ക് എക്സാമിന് വരാൻ പോകുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ സാർ പഠിപ്പിച്ചാൽ സെറ്റായിട്ട് പഠിച്ച് സെറ്റായി പോക്കോ. ഏതാണ് ക്വസ്റ്റ്യൻ? ദ ഡിസ്ക്രൈബ് ദി ബേസിക് ഒബ്ജക്റ്റീവ്സ് മെൻഷൻഡ് ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുണ്ടല്ലോ, ആ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഒന്നുകിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒന്നോ രണ്ടോ ഇതിലുള്ള ലക്ഷ്യങ്ങൾ തന്നിട്ട് അതെന്താന്ന് എഴുതാനും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. സോ ഇതാണ് അതിന്റെ ആൻസേഴ്സ് ആയി വരുന്നത്. ഫസ്റ്റ് കാര്യം എന്താണ്? സോവറിനിറ്റി, പരമാധികാരം. പരമാധികാരം എന്ന് വെച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് മക്കൾ മനസ്സിലാക്കുക. ഇപ്പൊ ഇന്ത്യ പരമാധികാര രാജ്യമാണ് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ കാര്യത്തിൽ വേറെ ഒരു രാജ്യങ്ങൾക്കും അഭിപ്രായം പറയാനുള്ള ഒരു സ്കോപ്പും ഇല്ല. അതാണ് പരമാധികാരം. ഓക്കെ, ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് നമ്മുടെ തീരുമാനം സ്വന്തമായിട്ട് എടുക്കാൻ പറ്റണം. ദാറ്റ് ഈസ് കോൾഡ് സോവറിൻ, പരമാധികാരം. ഓക്കെ, ദി പവർ ഓഫ് ദി സ്റ്റേറ്റ് ടു ടേക്ക് ഡിസിഷൻസ് വിത്തൗട്ട് എനി എക്സ്റ്റേണൽ ഇന്റർഫിയറൻസ്. പഠിച്ചോ? ഫസ്റ്റ് ആണ് സോവറിൻ, പരമാധികാരം. സെക്കൻഡ് കിഡിലനായിട്ട് പഠിച്ചു. സെക്കൻഡ് എന്താണ്? സോഷ്യലിസം അഥവാ സ്ഥിതി സമത്വം. എന്താണ് ഈ സ്ഥിതി സമത്വം എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യന്മാർക്കും എന്താണ്? തുല്യ പദവിയും അവസര സമത്വവും ഉറപ്പുവരുത്തുക. ഓക്കെ, അങ്ങനെ ഉറപ്പുവരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സാമൂഹ്യ നീതി നിലനിർത്തുക എന്നുള്ളതാണ് സോഷ്യലിസം അഥവാ സ്ഥിതി സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈക്വൽ സ്റ്റാറ്റസ് ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു ഓൾ. നമുക്ക് മാത്രം നന്മ വരിക എന്നുള്ളതല്ല, എല്ലാ ആളുകൾക്കും എന്താണ്? സമത്വവും നീതിയും ഒക്കെ കിട്ടുക എന്നുള്ളതാണ് സോഷ്യലിസം, സ്ഥിതി സമത്വം. സെക്കൻഡ് പഠിച്ചല്ലോ, സെറ്റ്. ഇനി അടുത്ത എന്താണ്? സെക്യുലറിസം അഥവാ മതേതരത്വം. എന്താണ് ഈ മതേതരത്വം എന്ന് വെച്ചാൽ? സിമ്പിൾ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇന്ത്യക്ക് രാഷ്ട്രത്തിന് ഒരു ഔദ്യോഗിക മതമില്ല. ദ സ്റ്റേറ്റ് ഹാസ് നോ ഒഫീഷ്യൽ റിലീജിയൻ എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് എന്താണ്? ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം, വിശ്വസിക്കാം, അതിനനുസരിച്ച് ജീവിക്കാം, ആരും ചോദ്യം ചെയ്യില്ല. ദാറ്റ് ഈസ് കോൾഡ് മതേതരത്വം, സെക്യുലറിസം. സെറ്റ് ആണോ? യെസ്. ഇനി ഫോർത്ത് പോയിന്റ് എന്താ? ജനാധിപത്യം അല്ലെ? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണെന്ന് എന്റെ മക്കളോട് ചോദിച്ചാൽ എന്ത് പറയും? ഒന്ന് പോസ് ചെയ്ത് ആൻസർ ഇട്ടെ. ഇന്ത്യ വിത്ത് ലാൻഡ്. ഏതാണ്? ഇന്ത്യ. യെസ്. സോ ഈ ഇന്ത്യ എന്താണ്? ജനാധിപത്യ രാജ്യമാണ്. എന്താണ് ഈ ജനാധിപത്യം? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ എന്ത് ചെയ്യുക? നമ്മളെ ഭരിക്കുക. ഓക്കെ, ദി റെപ്രസെന്റേറ്റീവ്സ് ഇലക്ടഡ് ബൈ ദ പീപ്പിൾ ഗവേൺ ദി സ്റ്റേറ്റ്. ഓക്കെ, ജനങ്ങൾ നേരിട്ട് ഭരിക്കുകയല്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്ലാസ് ലീഡറെ സെലക്ട് ചെയ്യില്ലേ? നിങ്ങൾ കുറെ കുട്ടികളുടെ ക്ലാസ്സിൽ എന്ത് ചെയ്യും? ഒരാളെ സെലക്ട് ചെയ്യും, അയാൾ നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും അല്ലെ? ഇതേപോലെ നമ്മളൊക്കെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? മന്ത്രിമാരും MLA മാരും ഒക്കെ ഉണ്ടാവുന്നത് അല്ലെ? യെസ്. അപ്പൊ ജനാധിപത്യം എന്താണെന്ന് ക്ലിയർ ആയല്ലോ? യെസ്. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്താണ്? റിപ്പബ്ലിക്. എന്താണ് റിപ്പബ്ലിക് എന്ന് വെച്ചാൽ? സിമ്പിൾ ആണ്. എന്താണ്? തെരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രത്തലവനെ തീരുമാനിക്കുക. ഓക്കെ, സ്റ്റേറ്റിന്റെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എപ്പോഴും എന്തായിരിക്കും? ഈസ് ഡിസൈഡഡ് ത്രൂ ഇലക്ഷൻസ്. ഇലക്ഷനിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുക? രാഷ്ട്രത്തിന്റെ തലൈവ തിരഞ്ഞെടുക്കപ്പെടുക. ദാറ്റ് ഈസ് കോൾഡ് റിപ്പബ്ലിക്. ഈ 5 അടിസ്ഥാന ആശയങ്ങൾ പഠിച്ചു വെച്ചോ. ഒന്നുകിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോവിംഗ് ചോദിക്കും. ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റാർട്ട് വെച്ച് പഠിച്ചോ. ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ? സോ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് സൈലത്തിന്റെ ഉണ്ട്. യെസ്, എന്റെ മക്കൾക്ക് എന്താണ്? 6ാം ക്ലാസ് കഴിഞ്ഞ് ഇനി 7ാം ക്ലാസ്സിലേക്ക് പോകാൻ പോവാണ്. 7ാം ക്ലാസ്സിന്റെ പ്രത്യേകത എന്താണ്? കിടിലനായിട്ടുള്ള USS എക്സാമിനേഷനൊക്കെ വരുന്ന സമയമാണ് അല്ലെ? ദാറ്റ് മീൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? നേരത്തെ വെൽ പ്രിപ്പയർഡ് ആയി പഠിച്ചു പോകണം. നേരത്തെ പഠിച്ച് സെറ്റായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? USS എക്സാമിനേഷനൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? USSന് ഇപ്പൊ പുതിയ പേരാണ് എന്താണ്? CM കിഡ്സ് യെസ് സ്കോളർഷിപ്പ് UP ലെവൽ എക്സാം അല്ലെ? സോ അതിനേക്കൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം അല്ലെ? സോ അതിന് നിങ്ങൾക്ക് സൈലം ക്ലാസ് 7ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് അടിപൊളി ഒരു ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് അവഞ്ചേഴ്സ്. ഏതാണ്? അവഞ്ചേഴ്സ്. ഈ അവഞ്ചേഴ്സ് ബാച്ചിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് അതിൽ ലൈവ് ക്ലാസ് കിട്ടും. ഇനിയിപ്പോൾ ലൈവ് മിസ്സായാലോ സാറേ? നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻസ് കിട്ടും.
നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് അത് കാണാൻ പറ്റും. പിന്നെന്താണ്, അതിൽ നിങ്ങൾക്ക് മുൻവർഷ ചോദ്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാവും. പിന്നെ ചാപ്റ്റേഴ്സ് കഴിയുന്ന സമയത്ത് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സാം ഉണ്ടാവും. പിന്നെ ഓഫ് കോഴ്സ് എന്തുണ്ടായിരിക്കും, യെസ്, നിങ്ങൾക്ക് അതിലൊരു ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടാവും. ഈ കമ്മ്യൂണിറ്റിയിൽ വന്ന് നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങളുടെ ഡൗട്ടൊക്കെ പോസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ അതിനെ റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ അടിപൊളിയുള്ള ബാച്ചാണ്. മാക്സിമം പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കാരണം എന്താ, ഇപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഓഫർ ഉണ്ട്. ഓഫറിൽ കയറാൻ പറ്റും. പിന്നെ ഭാഗ്യശാലികളായിട്ട് സെലക്ട് ചെയ്യപ്പെടുന്ന 5 പേർക്ക് എന്താണ് കിടിലനായിട്ടുള്ള സ്മാർട്ട് വാച്ച് കൂടി സൈലം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, സെറ്റ് ആണല്ലോ. സെഷൻ ഈസ് അവർ, ബട്ട് ദി റോർ ഓഫ് ലേണിംഗ് never ends. This is your man Ashik sir, just signing off. Thank you.